അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ജിജിൻ വിജയ്. അപ്പം നമ്മൾ എന്താ നോക്കണമെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S21 എന്ന് പറഞ്ഞ ഫോൺ ലോഞ്ച് ചെയ്ത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ഒക്കെ നോക്കാം. അപ്പോൾ S21 ലോഞ്ച് ആവാനൊക്കെ മുന്നേ അതിൻ്റെ ലീക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീക്സ് ഒക്കെ ശരി തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് വരുന്ന S21 സീരീസിലുള്ള ഫോണുകൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ S21 വന്ന 3 ഫോൺ ഏതാണെന്ന് വെച്ചാൽ S21, S21 പ്ലസ്, S21 അൾട്ര. അപ്പോൾ നമ്മൾ ഐഫോണിനെ കുറിച്ച് പറയുമ്പോൾ ഐഫോണിൻ്റെ ഭാഗത്തു നിന്നും ഫോണുകൾ ഇങ്ങനെ സീരീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. സീരീസിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഐഫോൺ 12 പ്രോ, ഐഫോൺ 12 പ്രോ മാക്സ്, പിന്നെ ഐഫോൺ 12ൻ്റെ ഭാഗത്തു നിന്ന് ഫോൺ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ഐഫോൺ 12 മിനി എന്ന് പറഞ്ഞ പോലെ ഫോണിൻ്റെ പകരം ഇവിടെ സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്ന് S21 മിനി എന്ന് പറഞ്ഞ ഫോണൊന്നും വന്നിട്ടില്ല. ബാക്കിയുള്ളതിനനുസരിച്ചുള്ള ഫോണുകളൊക്കെ വന്നിട്ടുണ്ട്. S21 പ്ലസ്, S21 അൾട്ര എന്ന് പറഞ്ഞ 3 ഫോണുകളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ 3 ഫോണിലും കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ക്യാമറയുടെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ട്, ഡിസ്പ്ലേയുടെ ഭാഗത്ത് വ്യത്യാസമുണ്ട്, അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ നമുക്ക് 3 ഫോണിൻ്റെ ഭാഗത്തും കിട്ടുന്നുണ്ട്. പക്ഷേ S21 അൾട്ര എന്ന് പറഞ്ഞ ഫോണിലാണ് ഈ 3 ഫോണിലും കൂടിയിട്ടുള്ള ഫോണിനെക്കാട്ടും കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൾട്രയ്ക്ക് പ്രൈസ് കൂടാനും സാധ്യതയുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ ഫീച്ചർ വരുമ്പോൾ പ്രൈസ് കൂടും. സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ഫോണൊക്കെ ഇറക്കുമ്പോൾ പ്രൈസ് വളരെ കൂടുതലായിരിക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ഒരു ഫോണുകളുടെ ഭാഗത്ത് ബാക്കിലുള്ള ക്യാമറയുടെ ഡിസൈൻ വളരെ വ്യത്യാസത്തിലാണ് വന്നിരിക്കുന്നത്. ഐഫോണിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പോലത്തെ അല്ല. അതുപോലെ സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ. എല്ലാ ഫോണിനും കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു വെറൈറ്റി ഡിസൈനായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒരു സ്ക്വയർ ഷേപ്പിൽ, അതും കുറച്ച് പൊന്തിയ സ്ക്വയർ. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഫ്രണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൽ പഞ്ച്വൽ ക്യാമറ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ഗ്ലാസ്സുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. S21 എന്ന് പറഞ്ഞ ഫോണിൽ ഗ്ലാസ് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാം. അങ്ങനത്തെ എന്തോ മെറ്റീരിയലാണ് ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ബാക്കിൽ ഗ്ലാസ് ഉപയോഗിച്ചു. 6.2 ഇഞ്ചിൻ്റെ AMOLED 1080p ഡിസ്പ്ലേ ആണ് നമുക്ക് S21 ഒപ്പം നമുക്ക് കിട്ടുന്നത്. 120Hz വേരിയബിൾ റിഫ്രഷും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. ഈ വേരിയബിൾ റിഫ്രഷ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ബാറ്ററി അധികം ഡ്രെയിൻ ആവുന്നില്ല. S21 പ്ലസിനെ കുറിച്ച് പറയുമ്പോൾ ഡിസ്പ്ലേയുടെ സൈസ് കുറച്ചുകൂടി കൂടുതലാണ്. 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ നമുക്ക് ഇതിൻ്റെ ഒപ്പം വരുന്നത്. ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ, അതായത് ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് നമുക്ക് ഈ ഒരു 3 ഫോണിലും കിട്ടുന്നത്. സെയിം പ്രോസസ്സറാണ് 3 ഫോണിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ വേരിയബിളിനെ കുറിച്ച് പറയുമ്പോൾ Exynos 2100 എന്ന പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നത്. S21ലും S21 പ്ലസിലും ഇന്ത്യയിൽ 8GB റാമാണ് നമുക്ക് വരുന്നത്. EFS 3.1 ആണ് ഇതിൽ സ്റ്റോറേജ് സ്പേസ്. 128, 256GB വേരിയൻസിലാണ് നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിരിക്കുന്നത്. മൈക്രോ SD നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നില്ല. അതുപോലെ തന്നെ ഓഡിയോ ജാക്ക് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നില്ല. ഓഡിയോ ജാക്ക് കുറേ ഫോണുകളിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫോണിലും കിട്ടുന്നില്ല. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, ചാർജറും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നില്ല. ഞാൻ മുന്നൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു 2021 ഫോണുകളുടെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഫോണുകളിലൊപ്പം ഒരിക്കലും നമുക്ക് ചാർജർ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ S21 ചാർജർ നമുക്ക് വരുന്നില്ല. 45 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നത്. അത് വയർലെസ് ചാർജറും 45 വാട്ട് തന്നെയാണ്. റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നുണ്ട്. S21 ബാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ 4000 mAh ബാറ്ററി ബാക്കപ്പ് മാത്രമേ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നുള്ളൂ. അതുപോലെ S21 പ്ലസിൻ്റെ കാര്യം പറയുമ്പോൾ 4800 mAh ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നു. 2 ഫോണിൻ്റെ കാര്യം പറയുമ്പോഴും 3 ക്യാമറയാണ് നമുക്ക് 2 ഫോണിനൊപ്പം കിട്ടുന്നുള്ളൂ. ക്യാമറകളുടെ എത്ര MP ക്യാമറാസ് ആണ് നമുക്ക് നോക്കാം. ഫ്രണ്ടിലും എത്ര MP ക്യാമറയാണ് നമുക്ക് നോക്കാം. 12 MP അൾട്രാ വൈഡ്, 12 MP വൈഡ് ആംഗിൾ, അതുപോലെ 64 MP ടെലി ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അതായത് S21 ഒപ്പം S21 പ്ലസിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഈ ഫ്രണ്ട് ക്യാമറയുടെ, അതായത് സെൽഫിയുടെ MP എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 10 MP സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ 2 ഫോണിൻ്റെ ഒപ്പം തരുന്നുള്ളൂ. അപ്പോൾ ഈ അൾട്രാ വൈഡ് ക്യാമറയും വൈഡ് ആംഗിൾ ക്യാമറയും നമുക്ക് ഈ 2 ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. പക്ഷേ അതായത് S21 അൾട്രനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ക്യാമറയുടെ ഡിസൈൻ ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ അത്യാവശ്യം ലെൻസുകൾ വരുന്നുണ്ട്, എന്തൊക്കെയോ കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. കളറിനെ കുറിച്ച് പറയുമ്പോൾ ഇതിലെടുക്കുന്ന ഫോട്ടോസിൻ്റെ കളറിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി കളർ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പോസ്റ്റ് പ്രോസസ്സിങ്ങും ഈ ഒരു ഫോട്ടോസിന് കുറച്ച് കൂടുതൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഫോണിൻ്റെ ഒപ്പം ചാർജർ എന്ന് പറഞ്ഞ സാധനം കിട്ടാനില്ല. അതുപോലെ ചാർജറില്ല. ഓഡിയോ 3.5
ഓഡിയോ ജാക്ക് ഇല്ല, പിന്നെ ഓഡിയോ ഹെഡ്സെറ്റും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നില്ല കേട്ടോ. S21 Ultra കുറിച്ച് പറയുമ്പോൾ കുറേ ഫീച്ചേഴ്സ് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയുടെ സൈസിൽ നിന്ന് തന്നെ തുറക്കാം. 6.8 ഇഞ്ചിൻ്റെ ഡൈനാമിക് LED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. 10 to 120 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നുണ്ട്. LPDDR5 ആണ് ഇതിൽ ഉപയോഗിച്ചിരുന്ന റാം. ഇതിനൊപ്പം ചാർജർ നമുക്ക് കിട്ടുന്നില്ല. 5000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. വയർലെസ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഫാസ്റ്റ് വയർലെസ് ചാർജിങ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അത് വയേർഡ് ചാർജിങ് ഫാസ്റ്റ് തന്നെയാണ്. അതുപോലെ റിവേഴ്സ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഗ്ലാസ് ആണ് നമുക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞ 2 ഫോണിൻ്റെ ഒപ്പം ഗ്ലാസ് വരുന്നില്ല. പിന്നെ ഈ ഒരു ഫോൺ കുറച്ച് കർവ്ഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5 റൗണ്ട്, അതായത് 5 റൗണ്ടുകളാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. അങ്ങനെ തന്നെ പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ആ 5 റൗണ്ടിൽ വരുന്നുണ്ട്. പിന്നെ ഒരു സെൽഫി ക്യാമറ, അത് പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. 12 MB അൾട്രാ വൈഡ് ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ 108 MB വൈഡ് ആംഗിൾ ക്യാമറയാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരും. 10 MB ടെലി ക്യാമറയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. അത് 10x സൂമും നമുക്ക് തരുന്നുണ്ട്. 8Kയിലും 4Kയിലും നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. 4Kയിൽ വേറെ എന്താ ഫീച്ചറും കൂടി ഉണ്ട്. അത് എനിക്ക് എന്താണെന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഫീച്ചർ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ S Pen എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അതായത് S Pen നമ്മൾ വേറെ മേടിക്കണം. നോട്ട് സീരീസിൽ വന്ന പോലെ തന്നെയാണ് S Penൻ്റെ ഫീച്ചറും. അതുകൊണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും അവർ വരുത്തിയിട്ടില്ല. അതേ സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത്. നോട്ടിൽ നമുക്ക് നോട്ട് സീരീസിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചായിരുന്നു S Pen വെച്ചിട്ട് അതേ സാധനങ്ങൾ നമുക്ക് ഈ ഒരു സീരീസിലും ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതൽ തന്നെയാണ്. കാരണം കുറച്ച് പ്രൈസ് കൂടിയ ഫോണുകളാണ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസ് കൂടിയ ഫോണാണ്. നമുക്ക് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എത്രയ്ക്കാണ് നമുക്ക് നോക്കാം. S21 കാര്യം പറയുമ്പോൾ 70,000-ന് ₹1 കുറവാണ് നമുക്ക് ഇതിൻ്റെ വരുന്നത്. 69,999 S21 പ്രൈസ്. S21 പ്ലസിൻ്റെ കാര്യം പറയും 85,999 നമുക്ക് അതിൽ വരുന്ന പ്രൈസ്. അതുപോലെ അൾട്ര, അതായത് S21 അൾട്രാനെ കുറിച്ച് പറയുമ്പോൾ 1,16,999 അതിൻ്റെ പ്രൈസ്. അപ്പോൾ മൂന്നിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതൽ തന്നെയാണ്. ഈ ഒരു ഫോൺ ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മേടിച്ചാൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.